നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. നടൻ അക്ഷയ് കുമാറുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമുഖം വൈറലായി കഴിഞ്ഞു. ഒബാമയുടെ ഉറക്കത്തെക്കുറിച്ചുള്ള അന്വേഷണവും പലഹാരവും കുർത്തിയും അയക്കുന്ന മമതയുമൊക്കെ അഭിമുഖത്തിൽ ചർച്ചാ വിഷയമായി. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും MLA ആയതിനു ശേഷമാണ് ആദ്യമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുന്നത് എന്നും അമ്മ തനിക്ക് ഇപ്പോഴും പണം തരാറുണ്ട് എന്നും മോദി വെളിപ്പെടുത്തി. ഞാൻ ദേഷ്യക്കാരനല്ലെന്നും മോദി അഭിമുഖത്തിൽ പറഞ്ഞു. കൂടാതെ രസകരമായ ഒട്ടേറെ കാര്യങ്ങളും ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ പല കോണുകളിൽ നിന്നും എതിർപ്പ് തലപൊങ്ങുന്നുണ്ട്. പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത് കർഷകരോടാണ്, അല്ലാതെ സിനിമാ താരങ്ങളോടല്ലെന്ന് പ്രിയങ്ക പറഞ്ഞു. നടൻ അക്ഷയ് കുമാറുമായുള്ള പ്രധാനമന്ത്രിയുടെ അഭിമുഖത്തിൽ വിമർശനവുമായി രൺദീപ് സിംഗ് സുർജേവാലയും രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട മോദി സിനിമാഭിനയത്തിന് തയ്യാറെടുക്കുന്നു എന്നായിരുന്നു സുർജേവാലയുടെ പ്രതികരണം. മമതാ ബാനർജി എല്ലാ വർഷവും തനിക്ക് 1-2 കുർത്തകൾ സമ്മാനമായി നൽകാറുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി. മോദിക്ക് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും ദീദി സമ്മാനങ്ങൾ അയക്കാറുണ്ട് എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മാങ്ങ, മധുര പലഹാരങ്ങൾ, കുർത്ത എന്നിവ എല്ലാ വർഷവും അയക്കാറുണ്ട്. മാത്രമല്ല, കൂടിക്കാഴ്ച നടത്താനായി പോകുമ്പോഴെല്ലാം എന്തെങ്കിലും സമ്മാനങ്ങളും കൊണ്ടുപോകും. രാംനാഥ് കോവിന്ദിനും ഇത്തരത്തിൽ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട്. അതുതന്നെയാണ് മോദിക്കും നൽകിയത്. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. അങ്ങേയറ്റം ഉപചാരശീലമുള്ള, എല്ലാവരോടും ബഹുമാനം വെച്ച് പുലർത്തുന്ന നേതാവാണ് മമതാ ദീദി. അടൽ ബിഹാരി വാജ്പേയിക്ക് മമതാജി ബംഗാളി പലഹാരമായ മാൽപൂവ കൊടുത്തയക്കുമായിരുന്നു. അദ്ദേഹത്തിനത് ഏറെ ഇഷ്ടമായിരുന്നു എന്നും തൃണമൂൽ നേതാവ് പറഞ്ഞു. ദീദി മോദി ധാരണയിൽ പോകുകയാണെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനത്തെയും നേതാക്കൾ തള്ളിക്കളഞ്ഞു. ഇത് മമതാ ബാനർജിയാണ്. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയുമായി നല്ല ബന്ധം പുലർത്തിയ, അദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊടുത്ത, രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട് അസുഖ വിവരങ്ങൾ തിരക്കിപ്പോന്ന ദീദിയെന്നും നേതാക്കൾ പറയുന്നു. മോദിയുടെ അഭിമുഖം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഉരുത്തിരിയും. അതെന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും.